ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് എന്താ വീഡിയോ ഇടാത്തെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര്. എനിക്ക് കുറച്ച് പണിയായിട്ടൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇനി എന്തായാലും കൃത്യമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കും, ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണെങ്കിലും ഇനി എന്ത് പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം പോയിട്ട് ആമസോണിൽ പോയിട്ട് ഇങ്ങനെ റിവ്യൂ നോക്കും. റിവ്യൂവിൽ എത്ര സ്റ്റാർ ഉണ്ടെന്നുള്ള കാര്യമായിരിക്കും നമ്മൾ ആദ്യം നോക്കുന്നത്. സ്റ്റാർ കൂടുതലാണെങ്കിൽ പ്രോഡക്റ്റും അല്ല അത്ര നന്നായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കാറ്. ഞാനും അങ്ങനെ തന്നെയാണ് പ്രോഡക്റ്റുകൾ വാങ്ങിക്കൊണ്ടിരുന്നത് പണ്ട്. അതിനകത്ത് നല്ല പണിയും കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ബെനിഫിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഇപ്പൊ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ആമസോണിൽ ഫുൾ റിവ്യൂ ഉള്ള അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു പ്രോഡക്റ്റ് വലിയ റിസർച്ച് ഒന്നും ഇല്ലാണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുന്ന രീതി. അപ്പൊ എനിക്ക് ഇങ്ങനെ നോക്കി വെച്ചിട്ട് നമ്മൾ ചുമ്മാ വിഷ് ലിസ്റ്റ് ഇട്ട 2 പ്രോഡക്റ്റുകളാണ് ഇപ്പൊ ഒരു 1 മന്ത് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു റിവ്യൂ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഈക്കോബെറിയുടെ സീക്ക നയസനമൈഡ് ഗ്ലോ എസൻസ് വിത്ത് ഹൈലറോണിക് ആസിഡ്. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു ഐറ്റം. ഇതൊരു എസൻസ് ആണ്. ഇനി എസൻസ് എന്താണെന്ന് അറിയാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. വലിയ ഗഗനമായിട്ടുള്ള കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ടോണറാണെന്ന് വെച്ചാൽ ടോണറും അല്ല, സിറോ ആണെന്ന് വെച്ചാൽ സിറോ അല്ല. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് എസൻസ്. നമ്മൾ ഈ കൊറിയൻസിന്റെ സ്കിൻ കെയർ വീഡിയോയിലൊക്കെ എസൻസ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ടോണർ പോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു സാധനമാണ്. സിറം പോലെയൊക്കെ ഇരിക്കും, അത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് കുറെ നാളായിട്ട് ഒരു എസൻസ് ഇങ്ങനെ വാങ്ങണം എന്ന് കരുതിയിരുന്നതാണ്. മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റുകളൊക്കെ നോക്കിയെന്ന് പറഞ്ഞുതരാം. എനിക്ക് സ്കിന്ന് നല്ല രീതിയിൽ ചുമന്ന് ഇറിറ്റേറ്റ് ആയിട്ട് നല്ല കുരുവൊക്കെ വന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളായിട്ട്. ഇപ്പൊ നല്ല രീതിയിൽ ഹീലായിട്ട് ഇപ്പൊ വളരെ കുറച്ച് കുരുകളോ ഇങ്ങനെയുള്ള പാടുകൾ മാത്രമേ ഉള്ളൂ. അതും ഹീലായി വരുന്നുണ്ട്. സമയമെടുക്കും, പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഹീലായി വരുന്നുണ്ട്. ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ച് പറയുമ്പോൾ സ്കിൻ ഇറിറ്റേറ്റും ചെയ്യരുത്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ട് ചുമന്ന് കുരുവൊക്കെ വന്നിരിക്കുന്ന സ്കിന്നിൽ നമുക്ക് ആവശ്യമില്ലാത്തുള്ള ഹാർഷായിട്ടുള്ള സിറംസോ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഭയങ്കര ജെന്റിലായിട്ട് കുരു മാറ്റണം, പാടും ചെറുതായിട്ടൊന്ന് കുറച്ചാലും കൊള്ളാം. പിന്നെ സ്കിന്നൊന്ന് കാമാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളിൽ ഒരു എസൻസ് ഉൾപ്പെടും. ഇതിനകത്ത് സീക്ക നയസനമൈഡ് കണ്ടോണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സീക്കയും നയസനമൈഡും ഇതുപോലെ സ്കിന്ന് ഭയങ്കരമായിട്ട് കാമാക്കുന്ന 2 സാധനങ്ങളാണ്. അതായത് നയസനമൈഡ് കുരു കുറയ്ക്കും, പാട് കുറയ്ക്കും, മുഖത്തിൽ കുഞ്ഞു കുഴികളുണ്ടല്ലോ, പോഴ്സ് കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നയസനമൈഡിന്, എൻലെസ് ബെനിഫിറ്റ്സ് ഉണ്ട്. സീക്ക ആണെന്നുണ്ടെങ്കിലും കുരു കുറയ്ക്കും, അതുപോലെ ഭയങ്കര ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സ്കിന്നൊക്കെ ഒന്ന് കാമാക്കി കിട്ടും. ഓക്കെ, അപ്പൊ ഇനി പ്രോഡക്റ്റിനെ കുറിച്ച് പറയാം. ഇത് ഈക്കോബെറി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. ഇവർ പറയുന്നത് ഹൈഡ്രേറ്റിംഗ് ആണ്, സ്കിൻ സൂത്ത് ആക്കും, ബാലൻസ് ആക്കും, ഇംപ്രൂവ്സ് അൺഈവൻ സ്കിൻ ടോൺ. അതായത് അവിടെ ഇവിടെ പല കളറൊക്കെ ആണെങ്കിൽ അത് മാറ്റുന്ന ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ സ്കിന്ന് ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഇവരിന്നത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരു ടെക്സ്ചർ ഞാൻ പറഞ്ഞുതരാം. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ്, സെൻസിറ്റീവ് സ്കിന്നും സ്യൂട്ടബിൾ ആണ്. ഇത് കണ്ടോ, ഇതൊരു സിറം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന വെച്ചാൽ ഞാൻ മുഖം കഴുകിയിട്ട് ചെറിയൊരു നനവുള്ള സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കും. ഇത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫേസിൽ നല്ലൊരു ഗ്ലോ കിട്ടും. ഞാൻ ഇപ്പം അപ്ലൈ ചെയ്തെന്ന് പറയുമ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എൻ്റെ മണ്ടയിൽ ഞാൻ സൺസ്ക്രീൻ ഒക്കെ അപ്ലൈ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഇനി ഒന്നുകൂടെ അപ്ലൈ ചെയ്തിട്ട് കുളമാക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. കണ്ടോ, നിങ്ങൾക്കൊരു ഗ്ലോ, ഞാൻ ഒരു സെറ്റിംഗ് സ്പ്രേയോ കാര്യങ്ങളോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ ഒരു സിറത്തിന്റെ ഒരു ഗ്ലോ ആണ് ഈ ഒരു കാണുന്നത്. ചെറിയൊരു ഗ്ലോ എനിക്ക് കാണുന്നില്ല. അപ്പൊ അത് അതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കുരു ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ കുരു കാമാക്കിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ ഡെയിലി അപ്ലൈ ചെയ്യും, രാവിലെയും രാത്രിയും ഈ ഒരു ഐറ്റം അപ്ലൈ ചെയ്യാറ് നല്ല രീതിയിൽ കുരു ഒന്ന് കാമാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലൊരു റിസൾട്ട് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി എനിക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരുന്നു ഇതിനകത്തുനിന്ന്. കാരണം നല്ല രീതിയിൽ കുരുവൊക്കെ ഒന്ന് കാമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ആരോ വന്ന് ഡോർ തുറന്നു ഗൈസ്. ഇതെനിക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. ഈക്കോബെറി എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ബ്രാൻഡ് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് ഒരുപാട് പേര് നല്ല റിവ്യൂസിനത് പറഞ്ഞിട്ടുള്ളതുപോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി യൂസ് ചെയ്തിട്ട് അടിപൊളിയത്. അപ്പൊ ഫസ്റ്റ് വൺ എന്തായാലും പാളാത്തൊരു ഐറ്റമാണ്. ഇത് കൊള്ളാം ഗൈസ്. നിങ്ങൾക്ക് ഇതുപോലെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ടോണറിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വേറെ വലിയ ഈ ടോണേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇത് ഇത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നി. പിയൂർ എസൻസ് അപ്രൂവ്ഡ്. ഇനി രണ്ടാമത്തെ ഐറ്റം ഞാൻ മോയ്സ്ചറൈസർ ആണ്. എനിക്ക് കൊറിയൻ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എന്താ പറയുക, റൈസ് വാട്ടറിന്റെ മോയ്സ്ചറൈസർ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മറ്റേ റൈസ് വാട്ടർ ബ്രൈറ്റ് മോയ്സ്ചറൈസർ ഉണ്ടല്ലോ ഫേസ് ഷോപ്പിന്റെ, ആ ഫേസ് ഷോപ്പിന്റെ മോയ്സ്ചറൈസറും ഇതൊരു മിൽക്കി ടെക്സ്റ്റാണ്. വെയിറ്റ് ഞാനത് ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കിട്ടി ഗൈസ്, കിട്ടി. ഇത് റൈസറമൈഡ് മോയ്സ്ചറൈസർ ആണ്. ഈ ഒരു മോയ്സ്ചറൈസർ
ഫേസ് ഷോപ്പിന്റെ ബ്രാൻഡാണ്. എനിക്ക് തോന്നുന്നു 700 രൂപ അടുപ്പിച്ച് എന്തോ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടായിരുന്നു. ഇതിന് 700-800 ആ റേഞ്ചിനകത്തുണ്ടായിരുന്നു. ഇതിന്റെ ഒരു അവസാനത്തെ ഒരു ബിറ്റ് എനിക്ക് തീരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിരുന്നത്. എന്നാലും കാണിച്ചു തരാം. ഇനി യൂസ് ചെയ്യാൻ പറ്റത്തില്ല മുഖത്ത്, കാരണം എക്സ്പയറി കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബട്ട് ഞാൻ ജസ്റ്റ് കയ്യിലൊന്ന് ഇത്തിരി കാണിച്ചു തരാം. ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാന്ന് കരുതിയിട്ട് ഇത്തിരി തുള്ളി വെച്ചിരുന്നായിരുന്നു. വന്നാ വന്നു നോട്ടെ. ഇതാണ്ടേ യെസ് ഇതും ഒരു ഭയങ്കര മിൽക്കി ടെക്സ്ചർ, നല്ല ഗ്ലോ തരുന്ന ഒരു മോയ്സ്ചറൈസർ ആണ് ഈ ഒരു റൈസറമൈഡ് മോയ്സ്ചറൈസർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അതുപോലെ അതിന് പെട്ടെന്നൊന്നും തീരത്തുമില്ല. അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള ഒരു മോയ്സ്ചറൈസർ ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു ചീപ്പ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 10-300 രൂപയെങ്കിലും കുറഞ്ഞു കിട്ടിയാൽ കൊള്ളാം എന്നുള്ള മോയ്സ്ചറൈസർ ഞാൻ തപ്പി നടക്കുമായിരുന്നു. ഇത് ഈ ഒരു ബ്രാൻഡ് ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ ആമസോണിൽ നോക്കിയപ്പോൾ 5 റേറ്റ് കിടന്നിട്ടുണ്ടായിരുന്നു. ഇതും റൈസറമൈഡ്. അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി. ഇത് റൈസറമൈഡ് ജെൽ ക്രീം ഓയിൽ ഫ്രീ സൂപ്പർ ലൈറ്റ് എന്നൊരു സംഭവമാണ്. ഏത് ബ്രാൻഡ്? ബിയോണ്ട് റൈസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് തോന്നുന്നു. ഈ ഒരു സാധനം എനിക്ക് തോന്നുന്നു 400 സംതിങ്. ഞാൻ ഇവിടെ റേറ്റ് കൊടുത്തേക്കാം. വെയിറ്റ് കിട്ടി ഗൈസ്, കിട്ടി. നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 420 രൂപയാണ് ഇതിന്റെ റേറ്റ്. നമ്മൾ ഡിസ്കൗണ്ട് ഒക്കെ അപ്ലൈ എന്തായാലും 400. എനിക്കൊരു 400 രൂപ അടുപ്പിച്ച് ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. MRP വരുന്ന 520 രൂപയാണ്. ആമസോണിൽ എപ്പോഴും ഈ ഒരു റേറ്റ് ഒക്കെ തന്നെയാണ്. ഇതിന്റെ കൂടെ നമുക്കിതാ ഇങ്ങനെ ഒരു തടി ഒരു മിനിറ്റ് ഞാൻ ഫോൺ വെച്ചിട്ട് ഈ ഒരു തടി, ഒരു സ്പൂൺ പോലെ, ഒരു സ്പാച്ചില പോലെ ഒരു സാധനം കിട്ടും. ഇതിന്റെ കൺസിസ്റ്റൻസി എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിനകത്ത് എനിക്ക് ഇതിങ്ങനെ ഈ ഒരു സാധനം ഇരിക്കുന്നതിന്റെ ഒരു ഇഷ്ടക്കേടായികേ ഉള്ളൂ. വെയിറ്റ്, കണ്ടു? നമ്മുടെ ആ ഒരു റൈസറമൈഡ് മോയ്സ്ചറൈസർ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഐറ്റം ആണ്. ഇത് ഈ മോയ്സ്ചറൈസർ ഞാൻ ഇതും ഒരു എന്താ പറയുക, ഒരു ഗ്ലോയി ഫിനിഷ് തരുന്നവരെ തോന്നി. എനിക്ക് കുരു ഉണ്ടാക്കിയില്ല ഗൈസ്. സാധാരണ മിക്ക മോയ്സ്ചറൈസറുകളും എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് കുരു ഉണ്ടാക്കുമായിരുന്നു. ഇത് കണ്ടു, ഞാൻ കാണിച്ചത് ഒരു ഗ്ലോ തോന്നുന്നുണ്ട്, എന്നാൽ ഭയങ്കരമായിട്ട് ഓയിലി ആക്കുന്നില്ല, ഡ്രൈ ആക്കുന്നില്ല. ഒരു ഈവനായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന പോലെ തോന്നി. എനിക്ക് എൻ്റെ കൈ തന്നെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അപ്ലൈ ചെയ്യാത്തതാണ്. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ ഈ ഒരു മോയ്സ്ചറൈസർ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ആദ്യമേ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു മോയ്സ്ചറൈസർ. കാരണം നമ്മുടെ റൈസറമൈഡ് മോയ്സ്ചറൈസറിന്റെ എക്സാക്ട് പോലെ തന്നെ ഇരിക്കും. ഒരു ഇച്ചിരി തിക്ക് അല്ല, ഒരു തിക്കും അല്ല, സെയിം കൺസിസ്റ്റൻസി ആണ്, സെയിം മാതിരി ഇരിക്കുവാണ്. റേറ്റ് നല്ല കുറവാണ്. മറ്റേ മോയ്സ്ചറൈസർ, റൈസറമൈഡ് മോയ്സ്ചറൈസർ ഇപ്പം 600, 700, 800 രൂപയുടെ അടുപ്പിച്ച റേഞ്ച് ഉണ്ട്. ഈ ഒരു സാധനം ഇത്രയേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഒന്ന് കാണിക്കണം തോന്നി ഈ ഒരു ഐറ്റം. ഇതിനകത്ത് സ്ട്രെങ്തൻ സ്കിൻ ബാരിയർ, സൂപ്സ് ഇറിറ്റേറ്റഡ് സ്കിൻ, അത് തന്നെ ആയിരുന്നു എൻ്റെ ഇഷ്യൂ. നല്ല ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ കാമാക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്കിന്നിന് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ഈവൻ ഒരു ഭയങ്കര ഓയിലി സ്കിന്ന് ഞാനിത് അത്ര പറയില്ല, എന്നാലും ഒരു കോമ്പിനേഷൻ നോർമൽ ടു ഡ്രൈ സ്കിന്ന് വരെ ഉള്ളവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോയ്സ്ചറൈസർ തന്നെയാണ് ഈ ഒരു ഐറ്റം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കെ. ഡെഫിനറ്റ്ലി വെർത്ത്. ഈ പൈസ എന്തായാലും പോയിട്ടില്ല ഗൈസ് ഈ 2 പ്രോഡക്റ്റുകളും. പക്ഷെ എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ചുമ്മാ എൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എങ്കിലും ആമസോണിൽ നോക്കാതെ എനിക്ക് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ആമസോണിൽ പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഈ റിവ്യൂസ് എല്ലാം ശരിയാവണം എന്നില്ല. അതുകൊണ്ട് ഇപ്പം എനിക്ക് പണി കിട്ടിയിട്ടില്ല. എന്നാലും നിങ്ങൾക്ക് പണി കിട്ടാതിരിക്കാൻ എപ്പോഴും പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ നോക്കുക. അതിൻ്റെ റിവ്യൂസ് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കുക. റിവ്യൂസ് മാക്സിമം റിവ്യൂസ് മാക്സിമം വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കുക. എന്നിട്ടേ ഒരു പ്രോഡക്റ്റ് ആഡ് ചെയ്യും. നമ്മൾ മരുന്ന് കഴിക്കുന്ന പോലാണ് സ്കിൻ കെയർ ചെയ്യുമ്പോൾ. അപ്പം ഇത് മരുന്നിനകത്ത് ചെറിയ പാളിച്ച വരുമ്പോൾ തന്നെ നല്ല പണി കിട്ടും. അപ്പം സ്കിൻ കെയർ ചെയ്യുമ്പോൾ പാളിച്ച വന്നാലും നല്ല പണി കിട്ടും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. അപ്പൊ എത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ടുകൾ നമുക്ക് ഫുൾ വീഡിയോ ആയിട്ട് വേണം എന്നുള്ളത് കാര്യങ്ങൾ എന്തായാലും പറയാൻ നോക്കാം. ഓക്കെ, ഇനിയൊന്നും ഇല്ലെന്ന് കരുതുന്നു. അപ്പൊ ശരി, ബൈ.